Hello, welcome back to my channel Shaz Digi Helper. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആപ്പിൾ യൂസേഴ്സിന് വേണ്ടിയുള്ള ടിപ്സ് ആയിട്ടാണ് വന്നുള്ളത്. അതായത് ഐഫോൺ യൂസേഴ്സ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് ആപ്പിളിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഐഫോണിൽ iOSൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. മിനിമം പറയുകയാണെങ്കിൽ നമ്മളെ കോൾ റെക്കോർഡിങ് സിമ്പിളായിട്ട് ആൻഡ്രോയിഡിൽ പറ്റും, പക്ഷേ നമ്മുടെ ഐഫോണിൽ കോൾ റെക്കോർഡിങ് പറ്റില്ല. അങ്ങനെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡിൽ സിമ്പിളായിട്ട് പറ്റുന്നത് ഐഫോണിൽ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുള്ള എങ്ങനെ ചെയ്യാമെന്നുള്ള ചോദിച്ചൊരു കാര്യമാണ് വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസ് ക്ലാരിറ്റിയിൽ, അതായത് ഒറിജിനൽ ഫയൽ ഡോക്യുമെൻ്റായിട്ട് അയച്ചാലാണ് നമുക്ക് ആ ഒറിജിനൽ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്സപ്പിൽ എങ്ങനെയാണ് ഐഫോണിൽ ഡോക്യുമെൻ്റായിട്ട് അയക്കുക, ആൻഡ്രോയിഡിൽ സിമ്പിളായിട്ട് നമ്മൾ ഫോട്ടോസ് അയക്കണോടുത്ത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നിടത്ത് ഫോട്ടോസ് ഡോക്യുമെൻ്റ് എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നേരെ സെൻഡ് കൊടുത്താൽ അത് ഡോക്യുമെൻ്റായിട്ട് പോകും. അപ്പോൾ ഒറിജിനൽ ഫയൽ, അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ഒരു ഫോട്ടോ 15 MB ഒരു ഫോട്ടോ ആണ് സെൻഡ് ചെയ്തത്. അത് 15 MB അതേ സെയിം ക്ലാരിറ്റിയിൽ ഏത് ഫോണിലേക്കാണ് അയച്ചാൽ ആ ആൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഐഫോണിൽ നമുക്ക് നേരെ ഇതിൽ പോയിട്ട് ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാലറി ഓപ്പൺ ആയി കിട്ടും. പക്ഷേ ഫോട്ടോസിലത്തെ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോക്യുമെൻ്റ് അല്ല, സാധാ ഫോട്ടോ. ആ 15 MB ഫോട്ടോ കൺവേർട്ട് ആയിട്ട് ഒരു 100 KB ഒക്കെ ആയിട്ടാണ് സെൻഡ് ആവുക. പക്ഷേ ഡോക്യുമെൻ്റായിട്ട് അയക്കുമ്പോൾ 15 MB കിട്ടും. അപ്പോൾ ഡോക്യുമെൻ്റായിട്ട് അയക്കാൻ നമ്മൾ ഐഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേരെ പോകുന്നത് ഐക്ലൗഡ് ഡ്രൈവിലേക്കാണ്. ഐക്ലൗഡ് ഡ്രൈവിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഡോക്യുമെൻ്റായിട്ട് അയക്കാൻ പറ്റും, പക്ഷേ ഗാലറിയിലത്തെ ഫോട്ടോസ് കിട്ടില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് ഐഫോണിലും ആൻഡ്രോയിഡിലും സിമ്പിളായിട്ട് ഗാലറിയിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്യുന്ന പോലെ ഐഫോണിൽ എങ്ങനെ സെൻഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഐഫോണിൽ ഗാലറിയിൽ ഒന്ന് പോവാം. ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോസ്, ഇഷ്ടമുള്ളൊരു ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എനിക്ക് ഒരു വാട്സപ്പിലൂടെ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് അയക്കണം. അതിന് നമ്മൾ ഷെയർ ബട്ടൺ കൊടുക്കുക. ഷെയർ ബട്ടൺ കൊടുത്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇങ്ങനെ ഇൻ്റർഫേസിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഫോട്ടോ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുക. നമ്മൾ അത് ചെയ്യാതെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ഫോട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ID കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നോക്കണ്ട. നമ്മൾ ഏറ്റവും അടിയിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, ഈ പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഫോട്ടോ പ്രിൻ്റ് ചെയ്യണതിൻ്റെ ഇൻ്റർഫേസ്. ഈ ഒരു ഇൻ്റർഫേസിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഫോട്ടോ സൂം ചെയ്യുന്ന പോലെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് സൂം ചെയ്യില്ലേ, അതേപോലെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോൻ്റെ ഒരു ലെവൽ മാറിയിട്ട് കൺവേർട്ട് ആയിട്ട് ഡോക്യുമെൻ്റ് ലെവൽ ഇങ്ങനെ വന്ന് നിൽക്കും. പിന്നെ ഇതിൽ നിന്ന് മുകളിൽ റൈറ്റ് സൈഡിൽ ആ വേറെ ക്ലിക്ക് ചെയ്ത് ഷെയർ കൊടുക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഷെയർ നമ്മൾ വാട്സപ്പിലേക്ക് ഷെയർ കൊടുക്കാം. അപ്പോൾ എത്ര MB ഫോട്ടോ ആയാലും നമുക്ക് ഷെയർ ഇങ്ങനെ കൊടുക്കാൻ കാണിക്കും. അത് നമ്മൾ ഷെയർ കൊടുക്കുക. എന്നിട്ട് ആർക്കാ സെൻഡ് ചെയ്യുന്ന വെച്ചാൽ ആളെ സെലക്ട് ചെയ്യുക, സെൻഡ് കൊടുക്കുക. മുകളിൽ ബാക്കും സെൻഡ് അതിൽ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ആ ആൾക്ക് സെൻഡ് ആവും. അപ്പോൾ MB കൂടിയ ഫയലാണ്, നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് സെൻഡ് ആവുള്ളൂ. ഇപ്പോൾ എൻ്റെ സെൻഡ് ആയിട്ടുണ്ട്, ചെറിയ ഫയലാണ് ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡോക്യുമെൻ്റ് ആയിട്ടാണോ അതോ സാധാ ഫോട്ടോ ആയിട്ടാണോ പോയി നമുക്ക് നോക്കി നോക്കാം വാട്സപ്പിൽ. അപ്പം ഞാനിപ്പോൾ അയച്ചതാ 3:45 അയച്ച ഫോട്ടോസാണ്. അതിപ്പോൾ എനിക്ക് ഡോക്യുമെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കുമ്പോൾ എന്താണോ ക്ലാരിറ്റി, ആ സെയിം ക്ലാരിറ്റിയിൽ ആ ആളുടെ ഫോണിലേക്ക് ആ ഫോട്ടോസ് സിമ്പിളായിട്ട് ആൻഡ്രോയിഡിൽ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ഗാലറിയിലത്തെ ഫോട്ടോ ഡോക്യുമെൻ്റായിട്ട് അയക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സിമ്പിളാണ്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഐഫോൺ യൂസേഴ്സിനും ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കാൻ പറ്റും ഇനി മുതൽ. അപ്പോൾ ഇതറിയാത്തവർ ഈ വീഡിയോ ഫുള്ള് കാണുക. ഫുള്ള് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നവരെ നമുക്ക് ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ഷോർട്ട് ബ്രേക്ക്. താങ്ക്